എന്താണ് പലസ്തീനികളുടെ ആവശ്യം? ഇത് 1948-ൽ പലസ്തീനികൾ പറഞ്ഞതും ഇപ്പോഴും പറയുന്നതും ജനറൽ അസംബ്ലി ഓഫ് യുണൈറ്റഡ് നേഷൻസ് റെസല്യൂഷൻ 194 1948 പാസാക്കിയിട്ടുള്ളതുമാണ്. അന്ന് ഹമാസ് ഇല്ല എന്നുകൂടി ഓർക്കണം. ഹമാസാണ് പ്രശ്നം. ഒക്ടോബർ 7-നാണ് എല്ലാറ്റിന്റെയും തുടക്കം. ബന്ദികളെ വിട്ടുകൊടുത്താൽ തീരില്ലേ എന്നൊക്കെ ചോദിക്കുന്നവർ ഓൺലൈനിൽ ധാരാളമുണ്ട്. പലസ്തീനികളുടെ പ്രധാന ആവശ്യം ഇതാണ്. ആർട്ടിക്കിൾ 111. സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനും അയൽക്കാരുമായി സമാധാനത്തോടെ ജീവിക്കാനും ആഗ്രഹിക്കുന്ന അഭയാർത്ഥികൾക്ക് എത്രയും വേഗം അതിനുള്ള അനുമതി നൽകണം. തിരിച്ചുവരാൻ ആഗ്രഹിക്കാത്തവരുടെ സ്വത്തിനുണ്ടായ നഷ്ടത്തിനും നാശനഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരം നൽകണം. ഏതെങ്കിലും സയനിസ്റ്റ് ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയുമല്ലോ. ഞാൻ കേട്ടിട്ടില്ല. The Palestinian right of return is the core issue in any future peace settlement. പക്ഷേ അഭയാർത്ഥികൾ എങ്ങോട്ട് തിരിച്ചുപോകും? ഗസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കുമല്ല. അവരെ ഇറക്കിവിട്ട ഇന്നത്തെ ഇസ്രായേലിലേക്ക്. അവരെ അവിടെ നിന്നും ഭയപ്പെടുത്തി ഓടിച്ചുവിട്ടതാണ്. ഇത് പരിഹരിക്കാതെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം തീരില്ല. 2 രാജ്യമായാലും 3 രാജ്യമായാലും ഒറ്റ രാജ്യമായാലും. നേർപകുതി പലസ്തീനികൾ 3 തലമുറയായി അഭയാർത്ഥി ക്യാമ്പിലാണ്. അവർക്ക് തിരികെ പോകണം. അവർ വിട്ടുപോന്ന നാട്ടിലേക്ക്, അവർ ഇറങ്ങിപ്പോന്ന വീടുകളിലേക്ക്. അങ്ങനെ ചെന്നാൽ ഇന്നത്തെ സയനിസ്റ്റ് ഇസ്രായേൽ പിന്നെ ഒരു ജൂവിഷ് സ്റ്റേറ്റ് ആയിരിക്കില്ല. പോകാൻ തയ്യാറല്ലാത്തവർക്ക് ഉചിതമായ നഷ്ടപരിഹാരം കൊടുക്കണം. നഷ്ടപരിഹാരം എങ്ങനെ കൊടുക്കണം എന്ന് ബ്രിട്ടൻ അറിയില്ല. 300 കൊല്ലം ഇന്ത്യയുൾപ്പെടെ കോളനികളെ കൊള്ളയടിച്ച ബ്രിട്ടൻ ആർക്കും ഒരു നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. Britain has not paid reparations to its former colonies for the centuries of exploitation, slavery and colonial violence. പക്ഷേ യഹൂദന്മാരുടെ കാര്യമതല്ല. 10-15 കൊല്ലം കൊണ്ട് നാസികൾ കവർന്ന സ്വത്തിനും അവർ അനുഭവിച്ച പീഡനങ്ങൾക്കും ജർമ്മനിയോട് വിലപേശി 3 ബില്യൺ ജർമ്മന്മാർക്ക് നഷ്ടപരിഹാരം വാങ്ങിയവരാണ് അവർ. ലക്സംബർഗ് അഗ്രിമെന്റ് 1950 ഇന്നും ജർമ്മനി നഷ്ടപരിഹാരം കൊടുക്കുന്നുമുണ്ട്. 2011-ൽ നഷ്ടപരിഹാരത്തുക ഉയർത്തണമെന്ന് ഇസ്രായേൽ ജർമ്മനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കവർന്നെടുത്ത സ്വത്തുക്കൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അവർക്ക് നന്നായി അറിയാം. അതാവശ്യമുള്ളവർക്ക് കൊടുക്കുകയോ അല്ലാത്തവർക്ക് മടങ്ങിപ്പോകാനുള്ള അവസരം നൽകുകയോ ചെയ്യാതെ ഈ പ്രശ്നം തീരില്ല. ഇത് ഉണ്ടാക്കിയത് ഹമാസല്ല. നാളെ ഹമാസില്ലാതെയായാലും ഈ പ്രശ്നം തീരില്ല. ഇസ്രായേൽ എന്ന ഇന്നത്തെ സയനിസ്റ്റ് അപ്പാർത്തീഡ് വംശീയ ഭരണകൂടം ഇല്ലാതെയാകണം. എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമുള്ള ജനാധിപത്യ രാജ്യമാകണം. ഇല്ലെങ്കിൽ വീടും നാടും നഷ്ടപ്പെട്ട അവസാനത്തെ പലസ്തീനി ജീവിച്ചിരിക്കുന്നതുവരെ സയനിസ്റ്റുകൾക്ക് സമാധാനം ഉണ്ടാകില്ല. ചിലർക്ക് ഗസയിലെ കുഞ്ഞുങ്ങളെ നിഷ്കരുണം കൊന്നുതള്ളുന്ന കാര്യം പറയുമ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഉടൻ നൈജീരിയയിലെ കുഞ്ഞുങ്ങളെ ഓർമ്മ വരും. എന്താണ് ഇസ്രായേൽ അധിനിവേശവും നൈജീരിയൻ കൊലയും തമ്മിലുള്ള വ്യത്യാസം? എന്തുകൊണ്ടാണ് അന്തർദേശീയ സമൂഹം, ഭൂരിപക്ഷ രാജ്യങ്ങളും നൈജീരിയൻ കൂട്ടക്കൊലയേക്കാൾ ഇസ്രായേൽ കൂട്ടക്കുരുതിക്കെതിരെ കൂടുതൽ പ്രതികരിക്കുന്നത്? കാരണമുണ്ട്. ഇസ്രായേൽ കൂട്ടക്കുരുതിയിൽ ഇന്റർനാഷണൽ ലോ ബാധകമാണ്. ജനീവ കൺവെൻഷൻസ്, UN റെസല്യൂഷൻസ്, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇൻവെസ്റ്റിഗേഷൻസ്. അതേസമയം നൈജീരിയൻ കൂട്ടക്കുരുതിയെ സോവറൻ സ്റ്റേറ്റ്സ് ഇന്റർണൽ കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. Israel in Gaza, a state actor with advanced military power causing high civilian casualties. The killings are framed as state responsibility and attract accusations of war crimes. Ade, സമയം in Nigeria. Many killings are by non-state actors, terror groups, militias. ഇസ്രായേൽ ഭരണകൂടം ഗസയിലെ കൂട്ടക്കുരുതിയും അവിടെ നിന്നും പലസ്തീനികളെ ഒഴിപ്പിക്കുന്നതും രാജ്യ താൽപര്യമായി കാണുന്നു. നൈജീരിയയിൽ അതല്ല അവസ്ഥ. കേരളത്തിലെ ചില സംഘടനകൾ ഗസയിലേത് വംശഹത്യ അല്ല എന്ന് തെളിയിക്കാൻ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഗസയിലേത് വംശഹത്യയാണെന്ന് മിക്ക രാജ്യങ്ങളും അന്തർദേശീയ സംഘടനകളും പറയുന്നതും നൈജീരിയയിൽ നടക്കുന്നത് വംശഹത്യയായി പരിഗണിക്കാതിരിക്കുന്നതും ഇതുകൊണ്ടാണ്. ഇത്തരം കൊടുമ്പിരിക്കൊള്ളൽ സംഘടനകൾക്ക് നൈജീരിയയിലെ ജനങ്ങളോട് പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ടല്ല. അത് വംശഹത്യ അല്ലെങ്കിൽ ഗസയിലേതും വംശഹത്യ അല്ല എന്ന് സ്ഥാപിക്കണം. എങ്ങനെയും കൊലയാളി സയനിസ്റ്റുകളെ രക്ഷിച്ചെടുക്കണം. പോത്തിനെ ചാരി എരുമയെ വെട്ടുക എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. വംശഹത്യ എന്നത് ഡിഫൈൻഡായ ലീഗൽ ടേമാണ്. വംശഹത്യ നടത്തി ഒരു രാജ്യം അംഗീകരിച്ചാൽ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇസ്രായേലോ ഇസ്രായേൽ അനുകൂലികളോ ഗസ വംശഹത്യ അംഗീകരിക്കും എന്ന് കരുതാനാവില്ല. പാലസ്തീൻ എന്നൊരു രാജ്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു വാദം. പാലസ്തീൻ എന്നൊരു രാജ്യം, ദേശരാഷ്ട്രം ഉണ്ടായിരുന്നു എന്ന് ആരും തന്നെ അവകാശപ്പെട്ടിട്ടില്ല. പക്ഷേ പാലസ്തീൻ എന്നൊരു പ്രദേശമുണ്ടായിരുന്നു. അവിടെ പാർത്തിരുന്ന യഹൂദർ ഉൾപ്പെടെ അറിയപ്പെട്ടിരുന്നതും പാലസ്തീനികൾ എന്നായിരുന്നു. 1948 വരെ ഇസ്രായേൽ എന്നൊരു രാജ്യം ഇല്ലായിരുന്നു. ഇതാണ് ചരിത്രസത്യം. ഗർഷോൻ ആർഗോൺ എന്നൊരു യഹൂദൻ 1932 ഒരു പത്രം തുടങ്ങി. ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേര് പാലസ്റ്റീൻ പോസ്റ്റ് എന്നായിരുന്നു. ചിത്രം 2. കാരണം അന്ന് പാലസ്റ്റീനെ ഉണ്ടായിരുന്നുള്ളൂ, ഇസ്രായേൽ ഇല്ലായിരുന്നു. 1950-ൽ അതിന്റെ പേര് മാറ്റി ജെറുസലേം പോസ്റ്റ് എന്നാക്കുന്നതുവരെ ആ പത്രത്തിന്റെ പേര് പാലസ്റ്റീൻ പോസ്റ്റ് എന്നു തന്നെ തുടർന്നു.
UN ജനറൽ അസംബ്ലിയിൽ പാലസ്തീൻ വെട്ടിമുറിക്കുന്നതിനെ എതിർത്ത രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്ത്യൻ പ്രതിനിധികളായിരുന്ന കാവാലം മാധവ പണിക്കരുടെയും സാർ ഗോപാലസ്വാമി അയ്യങ്കാരുടെയും ജനറൽ അസംബ്ലിയിലെ വാദങ്ങൾ ചരിത്രപ്രസിദ്ധമാണ്. പലസ്തീൻ വിഭജനത്തോടുള്ള ഇന്ത്യയുടെ എതിർപ്പ് ഒരു രാജ്യത്തിന്റെ ഭാവി അവിടുത്തെ ജനങ്ങളുടെ ഇഷ്ടപ്രകാരം തീരുമാനിക്കപ്പെടണമെന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിർദ്ദിഷ്ട വിഭജനം പലസ്തീനിലെ ഭൂരിഭാഗം നിവാസികളുടെയും ആഗ്രഹങ്ങളെ അവഗണിക്കുന്നു. ഇതായിരുന്നു 78 വർഷം മുൻപ് അവർ ഉന്നയിച്ച വാദം. ഇത് മനസ്സിലാക്കാൻ അന്ന് ജനിച്ചിട്ടുപോലുമില്ലാത്തവർക്ക് കഴിയുന്നില്ല. പാലസ്തീനികൾ എന്ന ഒരു കൂട്ടം മനുഷ്യർ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ചരിത്രപരമായും നിയമപരമായും സാംസ്കാരികവുമായത് ഒരു ബന്ധവുമില്ലാതിരുന്ന യൂറോപ്യൻ അഷ്കനാസി ജൂതന്മാർ വന്നുകയറി ഒരു രാജ്യം സ്ഥാപിച്ച് അവിടുത്തെ ഇൻഡിജീനിയസായ ആളുകളെ ഓടിച്ച് മണ്ണ് കവരുന്ന ക്രൂരപ്രവൃത്തിയാണ് കഴിഞ്ഞ 100-ലധികം വർഷമായി പാലസ്തീനിൽ നടക്കുന്നത്. പലസ്തീനികൾ നടത്തുന്നത് അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ്.